അമ്പലത്തിൽ ഇയാൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു അമ്പലത്തിനകത്ത് അല്പം തീ കത്തിയിട്ടുണ്ട്. ആ തീ കത്തിയ സ്ഥലത്ത് പിന്നീട് സ്വർണം പൂശിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതെ പോയിട്ടുണ്ട്. അതൊക്കെ ഇതേ അവിടെയുള്ള സമയത്താണ്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ആരും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. 18 വർഷം കൊണ്ട് എത്ര അയാൾ അവിടുന്ന് കടത്തി, ആര് മുഖേന കടത്തി, ആരൊക്കെയായിരുന്നു അന്നേരം ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഭാരവാഹികളും. കാണിക്കയായി ധാരാളം സ്വർണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് പലരും, കണക്കില്ല. അതൊക്കെ എവിടെ പോയി? അതിന് കണക്കുണ്ടോ? ആ സമയത്തെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സോ അറിഞ്ഞു തന്നെയാണ് ഈ സാധനം വെളിയിൽ കൊണ്ടുപോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡിൽ SITയുടെ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും രണ്ടാം ഘട്ടത്തിൽ എന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ഗൂഢാലോചന എവിടെയായിരുന്നു, അവിടേക്ക് അന്വേഷണം നീട്ടുമോ SIT എന്നൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. ജോർജ് ജോസഫ് സാറ് വീണ്ടും ചിരിക്കുകയാണ്. സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തൊണ്ടിമുതലും കണ്ടെത്തിയതോടെ അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ SIT. ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിലേക്ക് ഇനി അന്വേഷണം പോകുമോ? അടുത്ത ഗൂഢാലോചന, കാരണം ഇപ്പം സ്വർണം 2019 മോഷ്ടിച്ച സ്വർണത്തെക്കാട്ടിലും കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതലാണ് റിക്കവറി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പും അതിന് ശേഷവും അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്ന കാലാകാലത്തിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ, വേറെ കഥാപാത്രങ്ങളിലുണ്ടോ, അതിനകത്ത് അന്ന് ചെന്ന ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ ആരൊക്കെയാണ്, അവരുടെ പങ്കെത്ര, ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് വീണ്ടും നമ്മൾ കേസെടുക്കേണ്ടി വരും. ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ഭാഗത്ത് കേന്ദ്രീകരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക. അതൊരു എങ്ങനെ പോയാലും 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം വളരെ ഫാസ്റ്റായിട്ട് പോയി അവർ റിക്കവറി എല്ലാം നടത്തി കഴിഞ്ഞു. ഇനി അറസ്റ്റ് ചെയ്യാനും ആ ഗൂഢാലോചനയുള്ളവരും ഇതിനോട് സഹകരിച്ചവരും ഇതിൻ്റെ പണം കൈപ്പറ്റിയവരെയും അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് ചെയ്യണം. 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ്. ഈ മുരാരിയെയും പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ തെളിവ് കിട്ടുമോ, അല്ലെങ്കിൽ ഇവർ കൂടുതൽ കാര്യങ്ങൾ പറയുമോ? തീർച്ചയായിട്ടും കിട്ടണമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 2 കോടി രൂപ ആ വീടിൻ്റെ PWDക്കാർ ഇപ്പം വിലയിടും. വിജിലൻസ് എൻക്വയറി പോലെ PWD അതിന് എത്ര ലക്ഷം രൂപ ആകും ആ കെട്ടിടത്തിന്, അദ്ദേഹത്തിൻ്റെ കാറിന് എത്ര സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അവിടെ അഡീഷണലായിട്ട്, ബാങ്കിൽ എത്ര പൈസ വന്നിട്ടുണ്ട്, അതിൻ്റെ സോഴ്സ് എവിടെയാണ്, അതെല്ലാം ഇപ്പം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പം SIT അന്വേഷിക്കും. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ആരും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. ആരൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടോ, അത് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തു ആ പണം എന്നുള്ള കാര്യങ്ങളും അടുത്ത് തന്നെ കൃത്യമായിട്ട് SIT കണ്ടെത്തും. അതനുസരിച്ച് അത് ഉൾപ്പെട്ട ആൾക്കാർ ഇവിടുന്ന് പണം പറ്റിയത് 1 രൂപയെങ്കിലും പറ്റിയിട്ടുണ്ട്, അയാളും പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ സ്വർണം പൂശാൻ തീരുമാനം എടുത്തവരും സ്വർണം കൊടുത്തു വിട്ടവരും ഇവരൊക്കെ ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ ചുരുളഴിയണമെങ്കിൽ ഈ സ്വർണം വിറ്റ് കിട്ടിയ പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണ്ടേ? അതൊക്കെ കിട്ടും, വളരെ ഈസി ആയിട്ട് കിട്ടും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം എല്ലാത്തിനും സഹകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാൾ ആദ്യം കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ച് നോക്കി, വളരെ ബുദ്ധിമാനാണ് താനെന്ന് തോന്നി, അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ എടുത്ത സ്വർണം അങ്ങ് കൊടുത്താൽ പ്രശ്നം തീരും. അല്ല, അയാൾ 2007 മുതൽ അവിടെ ഉണ്ടെന്ന് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. 2007 മുതൽ ഏകദേശം ഇപ്പം എത്ര വർഷമായി? 18 വർഷം കഴിഞ്ഞു. 18 വർഷം കൊണ്ട് എത്ര അയാൾ അവിടുന്ന് കടത്തി, ആര് മുഖേന കടത്തി, ആരൊക്കെയായിരുന്നു അന്നേരം ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഭാരവാഹികളും, അവിടുത്തെ സ്റ്റാഫ് റിട്ടയർ ചെയ്ത് 7 പേര് പോയിട്ടുണ്ട്. അവർ ഏത് സമയത്തെ പീരീഡിൽ എപ്പം മോട്ടിച്ച സമയത്താണ് അവർക്കൊക്കെ അതിൻ്റെ പങ്ക് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും. അതിനുള്ള ബാങ്കിലോ അല്ലെങ്കിൽ ക്യാഷ് നേരിട്ട് കൊടുക്കുകയാണോ, അങ്ങനെയുള്ള ബ്ലാക്ക് മണി ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വെളിയിലാവും. ബ്ലാക്ക് മണി ആണെങ്കിൽ ബ്ലാക്ക് മണി, അക്കൗണ്ടഡ് ആണെങ്കിൽ അങ്ങനെ, അത് കൈൻഡായിട്ടോ മറ്റു പല സാധനങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണ മാലയായിട്ട് ഇയാൾ ഉണ്ടാക്കി അവർക്കൊക്കെ കൊടുത്തോ, ഓരോ മാല കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 മോതിരം കൊടുത്താൽ മതി. അങ്ങനെ ആരെങ്കിലും ഈ ആദ്യത്തെ FIR 2000 പ്രതിയെക്സ് കോളത്തിൽ വരുന്നവർ അങ്ങനെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടാവും. ക്യാഷ് മാത്രമല്ല, ആഭരണമായിട്ടും അല്ലെങ്കിൽ മാലയായിട്ടും വളയായിട്ടും മോതിരമായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇനി വില കൂടിയ ഡയമണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ടാവും. അത് തന്നെയല്ല, ഇത് വളരെ വിശദമായ ഒരു അന്വേഷണത്തിൽ ശബരിമലയുടെ പോകേണ്ടി വരും. ഇപ്പോൾ അവിടുത്തെ ശബരിമല ആ
ദ്വാരപാലക ശില്പത്തിലും അതുപോലെ മറ്റു സ്ഥലത്തും എടുത്ത സ്വർണം മാത്രമല്ല, കാണിക്കയായി ധാരാളം സ്വർണം അവിടെ കൊടുത്തിട്ടുണ്ട് പലരും, കണക്കില്ല. അതൊക്കെ എവിടെ പോയി? അതിന് കണക്കുണ്ടോ? അതിന് അക്കൗണ്ടുണ്ടോ? അത് എന്ത് ചെയ്തു? ആ സ്വർണം എവിടെ വച്ചിരിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം വരാനുണ്ട്. ശബരിമലയിൽ നിന്ന് കിട്ടിയ കുറേ സ്വർണം ബാങ്കിൽ ഇരിപ്പുണ്ട്, 367 കിലോ അങ്ങനെ എങ്ങാണ്ട് ഒരു കണക്ക് പറയുന്നത് കേട്ടു. അതൊന്നും ആയിരിക്കത്തില്ല ശബരിമലയിൽ ഓരോ വർഷം വരുന്നത്. കഴിഞ്ഞ വർഷം കണ്ട് 247 കോടി എങ്ങാണ്ട് രൂപ ആ ഒരു ശബരിമല ആ സീസണിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കണക്കുകളുണ്ട്. ആ കണക്കുകളൊന്നും കൃത്യമല്ല എങ്കിലും അത്രയെങ്കിലും കണക്കുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അന്വേഷണ സംഘത്തിന്. ഏതായാലും ഇത് കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ലിറ്റിഗേഷനിലേക്കാണ് പോകുന്നത്. SIT വിപുലീകരിക്കണം. SIT കൂടുതൽ നല്ല ഓഫീസേഴ്സ് വരണം. കൂടുതൽ ശബരിമലയിൽ നഷ്ടപ്പെട്ടതെന്ന് മുഴുവൻ കണ്ടെടുക്കുന്നവരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ അന്വേഷണം ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു, അറസ്റ്റും റിമാൻഡും ചാർജ് ഷീറ്റും കൊടുത്തുകൊണ്ടേയിരിക്കണം. നിലവിലെ ഒരു സാഹചര്യത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം തന്നെ മുരാരി ബാബു പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടുത്തെ പ്രസിഡന്റും ദേവസ്വം ബോർഡ്, ആ സമയത്തെ പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പേഴ്സും അറിഞ്ഞു തന്നെയാണ് ഈ സാധനം വെളിയിൽ കൊണ്ടുപോയത്. അപ്പം പിന്നെ 120B ഗൂഢാലോചന വന്നു കഴിഞ്ഞു. അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് നേരത്തെ മുതലേ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. അത് കൃത്യമാണെന്ന് ഇപ്പം മനസ്സിലായി. മുരാരി ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, 1997 അങ്ങോട്ട് അവിടെ ജോയിൻ ചെയ്ത ആളാണ്. അന്ന് മുതൽ ശബരിമലയിലെ ഭക്തനായിട്ട് അവിടെ വന്ന് 24 മണിക്കൂറും ശബരിമലയിൽ തന്നെയാണ്. അത് ക്ഷേത്രങ്ങളിൽ പല ഏറ്റുമാനൂർ ക്ഷേത്രവും അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രത്തിലും തിരുനക്കര ക്ഷേത്രത്തിലൊക്കെ ഇയാൾ അവിടുത്തെ ക്ലാർക്കായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിലൊക്കെ ഇയാൾ ശബരിമലയിൽ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ശബരിമല 2025 2-3 മാസം മുമ്പ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. അടുത്ത സ്റ്റേജ് ശബരിമല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്നതിന് മുമ്പ് ആണ് ഈ ഒരു പിടുത്തം നീളുന്നത്. അതോടുകൂടി ആ മോഹപക്ഷികളൊക്കെ പറന്ന് അകന്ന് പോയി കഴിഞ്ഞു. ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ ജയിൽ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മാത്രമല്ല, ആ സമയത്ത് ആരാണ് പ്രസിഡന്റ്, ആരാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്, അവരെ കൂടെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ അന്വേഷണം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയോ അല്ലെങ്കിൽ അതുക്കും മേലെയോ ആണ് ഈ മുരാരി ബാബുവും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 2 കോടി രൂപയുടെ വീട് വെച്ചത് ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണത്തിലാണ്. മുരാരി ബാബുവിന്റെ തലയിൽ ഉദിച്ചതായിരിക്കുമോ ഈ സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി? കാരണം മുരാരി നേരത്തെ ജോലി ചെയ്ത സ്ഥലത്തെല്ലാം ആനകളെ ഉപയോഗിച്ചു പോലും പണം ഉണ്ടാക്കിയതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. അപ്പോൾ മുരാരിയുടെ ബുദ്ധിയായിരിക്കുമോ ഒരുപക്ഷെ ഇതിനെല്ലാം പിന്നിൽ? അത് ഇപ്പം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരൊക്കെ ഒരു ടൂളാണ്. കാരണം അതിന് പറ്റിയൊരാളെ കിട്ടിക്കഴിഞ്ഞപ്പം അയാളെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കാലാകാലങ്ങളിൽ ആരെയൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ധാരാളം കഥാപാത്രങ്ങൾ വരാം. പക്ഷെ എന്നാലും ഭൂരിപക്ഷം സ്വർണം അടിച്ചു മാറ്റാൻ സഹായിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. കാരണം ഇദ്ദേഹത്തിന് പല സ്ഥലത്ത് ഇരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇയാൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു അമ്പലത്തിനകത്ത് അല്പം തീ കത്തിയിട്ടുണ്ട്. ആ തീ കത്തിയ സ്ഥലത്ത് പിന്നീട് സ്വർണം പൂശിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതെ പോയിട്ടുണ്ട്. അതൊക്കെ ഇതേ അവിടെയുള്ള സമയത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ശബരിമലയിലോട്ട് ഇല്ല സാധനം അടിച്ചു മാറ്റാൻ അദ്ദേഹത്തിന് ഒരു മുൻ എക്സ്പീരിയൻസ് കിട്ടിയത് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ കണ്ടെത്തിയ സ്വർണം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ കണ്ടെത്തിയ സ്വർണം, അത് ശബരിമലയിൽ നിന്ന് കവർന്നതാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. ഇതിനായി എന്ത് പരിശോധനയാണ് നടത്തുക? ആഭരണങ്ങളാക്കി മാറ്റിയെന്ന് കരുതുന്ന സ്വർണം ഇത്തരത്തിൽ കവർന്നതാണോ എന്നറിയാൻ വല്ല മാർഗമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് ആ പ്രതികളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആർക്കൊക്കെ സ്വർണം കൊടുത്തു, ഇയാൾ സ്വർണമായിട്ട് കൊടുത്തോ അതോ പണമായിട്ട് കൊടുത്തോ എന്നൊക്കെ അറിയണം. സ്വർണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം ആ പ്രതികളിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടി വരും. പണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം
ഈ സ്വർണം വിറ്റത് എവിടെയാണ്, അവരെത്ര രൂപ കൊടുത്തു, ആ പണമാണ് ഇവർക്ക് കൊടുത്തത് എന്ന് തീർച്ചയായിട്ടും പ്രതിയുടെ മൊഴിയിലുണ്ടാവും. അത് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിൻ്റെ ആൻസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് വരുന്ന പ്രതികളും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മണി ട്രാൻസാക്ഷനും അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയതിന് അവിടുന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എവിടെ കൊണ്ടുപോയാൽ അത് ഉരുക്കിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഉരുക്കിയ സ്വർണം എത്രയുണ്ടെന്ന് ഓരോ സ്ഥലത്തും ഉള്ളവരുടെ കണക്കുണ്ട്. അത് പിന്നെ വിറ്റത് എവിടെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയണം. അതിന് എത്ര ലക്ഷം രൂപ കിട്ടി, ആ പണം എങ്ങനെ വിനിയോഗിച്ചു, അത് ആരുടെ കൈ കൂടെയൊക്കെ പോയി, ആർക്കൊക്കെ ഷെയർ കൊടുത്തു. എങ്കിലും ഇതിനകത്ത് മേജർ ഷെയറുകൾ മുഴുവൻ മിക്കവാറും പോയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലേക്കാണ്. കാരണം 2 കോടി രൂപയോളം മുതൽ മുടക്കുള്ളൊരു വീട് അയാൾ വെച്ചിരിക്കുന്നു. അയാളുടെ ശമ്പളം നമുക്കറിയാം, അയാളുടെ നേരത്തെ വളർച്ച നമുക്കറിയാം. ദേവസ്വം ബോർഡിലെ 99 കാലഘട്ടത്തിൽ അയാൾ വന്നപ്പം, 97 കാലഘട്ടത്തിൽ വന്നപ്പം ഒരു ക്ലർക്കിൻ്റെ ശമ്പളം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പല പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ആരോപണമില്ല. അതൊക്കെ എന്തായാലും പോലീസ് കോടതിയും പരിഗണിക്കും, കണക്കിലെടുക്കും. അതിൻ്റേതായ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം ഈ കേസിനകത്ത് ഇവർ എത്ര സ്വാധീനപ്പെടുത്തിയാലും ശരി, ഇനി അതിൽ നിന്ന് മുക്തി തേടി അവർക്ക് വെളിയിൽ പോകാമെന്ന് കരുതണ്ട. കാരണം തൊണ്ടി ലഭിച്ചിരിക്കുന്നു, മോഷ്ടിച്ച ആളെ നമുക്ക് അറിയാം, അത് ആരൊക്കെ കൂടിയാണ് അവിടുന്ന് കൊണ്ടുപോയത് നമുക്കറിയാം. അത് കൊണ്ടുപോയി കൊടുത്ത സ്വർണ്ണക്കട നമ്മൾ അറിഞ്ഞിരിക്കുന്നു, അത് ഉരുക്കിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, ഉരുക്കിയ സ്ഥലത്ത് നിന്ന് അവർക്ക് കൂലിയായിട്ട് കൊടുത്ത സ്വർണവും കണ്ടെത്തിയിരിക്കുന്നു. ആ സ്വർണവും റിക്കവർ ചെയ്തിട്ടുണ്ട് ഞാൻ കരുതുന്നു. ഇത് കൂടുതൽ എന്താണ് ഒരു തെളിവ് വേണ്ടത്? അതുകൊണ്ട് മറ്റ് ന്യായങ്ങളും അവരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമൊന്നും ഏൽക്കില്ല. കാരണം കേസിൻ്റെ വഴി കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവിടുന്ന് പോയ സ്വർണം അത് മെൽറ്റ് ചെയ്ത് അത് ഉരുക്കി അത് വേറെ ആഭരണം പണിഞ്ഞത് എവിടെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്വർണം കൊടുത്തിട്ട് പകരം ഏത് കടയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങിച്ചു, അതൊക്കെ പോലീസ് കണ്ടെത്തും. അതുകൊണ്ട് ഇനി ഇതിനകത്ത് ഇവന്മാർക്കാർക്കും രക്ഷയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൺവിഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും കൺവിഷൻ ഉണ്ടാവും. ഇപ്പം തന്നെ അതിനകത്ത് പെട്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. ആ 2 എഫ്ഐആറിനകത്ത് ഏകദേശം 10-13 പേരോളം വന്നിട്ടുണ്ട്. ആ 13 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. അവർ ജാമ്യത്തിൽ പോകും, എന്തുവേണം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 90 ദിവസത്തിനകം ഇത് ട്രയൽ നടത്തണം ഈ 2019 മോഷണ കേസ്. ഇനി എന്തായാലും ഈ അന്വേഷണം SIT 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നാലെ ഉണ്ടോ എന്ന് അറിയാൻ കഴിയുമോ? ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വലിയ ഗൂഢാലോചനയുടെ എന്തെങ്കിലും പൊട്ടിത്തെറികൾ പുറത്തു വരുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ.